ദീദാത്തിൻ്റെ ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഖുർആൻ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഞാൻ തന്നെ ഒന്ന് ചോദിക്കട്ടെ എന്നാണ്. ഇന്ന് സ്വന്തം കൈവെള്ളയിൽ വെച്ച് താലോലിക്കുന്നത് പോലെ വലിയ സൂക്ഷ്മദർശിനികൾ കൊണ്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ശാസ്ത്രജ്ഞരോടാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത് എന്ന്. ആത്മീയതയുടെ ആഴങ്ങളിലുള്ള അറിവൊന്നും ആ സയൻറ്റിസ്റ്റുകൾക്ക് ഇല്ലായെങ്കിലും അവർ അവരുടെ അറിവിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പറയും, 1000 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഒരു പദാർത്ഥമായിരുന്നു, ഒരൊറ്റ പിണ്ഡമായിരുന്നു. അതിൻ്റെ മധ്യഭാഗത്തു നിന്നും ഒരു വലിയ സ്ഫോടനത്താലാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായത്. ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ കൃത്യമായ അകലങ്ങൾ കീപ്പ് ചെയ്യുകയും അതിൻ്റെ കറക്കവും ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ സാധ്യമായ എല്ലാം ആ ഒരൊറ്റ വിസ്ഫോടനത്തിലൂടെയായിരുന്നു ഉണ്ടായത് എന്ന് പറയുമ്പോൾ ദീദാത്ത് പറയുന്നു, അറിയാതെ നമ്മൾ സൂറത്തുൽ അംബിയാഇൻ്റെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇൻ്റെ 30-ാമത്തെ വചനത്തിലേക്ക് ഒന്നെത്തിപ്പോകും. അവിടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു വച്ചു, കാനത്ത റത്കൻ, ഈ പ്രപഞ്ചം ഒരൊറ്റ റത്കായിരുന്നു, ഒരൊറ്റ കഷ്ണമായിരുന്നു. ഫഫതഖ്നാഹുമ, നാമാണ് അവയെ വേർപ്പെടുത്തിയത് എന്ന്. വീണ്ടും നമ്മൾ ആ സയൻറ്റിസ്റ്റിലേക്ക് തന്നെ തുടരുമ്പോൾ എങ്ങനെയാണ് അവ കൃത്യമായി കൂട്ടിമുട്ടാതെ ഈ പ്രപഞ്ചത്തിൽ ഈ ഗ്രഹങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നവർ പറയും. എപ്പോഴാണ് അവയെ നിങ്ങൾ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ഇന്നലെ എന്ന ഉത്തരം അവർ പറയും. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ല, മാനവരാശിയുടെ കണ്ടുപിടുത്തങ്ങളുടെയും മുഴുവൻ വസ്തുതകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇന്നലകളിൽ സംഭവിച്ചതായിരുന്നു എന്ന പ്രയോഗത്തിൽ പറയും. അപ്പോൾ ആ ശാസ്ത്രജ്ഞനോട് ഒരു മറുചോദ്യം, 1500 വർഷങ്ങൾക്ക് മുമ്പ് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന, വായിക്കാനും എഴുതുവാനും അറിയില്ലാത്ത ഒരു അറബി ഇത്തരം വസ്തുതകളെ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ അത് വിശ്വസിക്കാനാവുമോ? ആ ശാസ്ത്രജ്ഞൻ പറയും, ഒരിക്കലും നമുക്കാവില്ല, ഒരു യക്ഷിക്കഥ പോലെ അത് തള്ളിക്കളയാനേ ആവുള്ളൂ, അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന്. എന്നാൽ സൂറത്ത് യാസീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും, വശംസു വൽ ഖമറു, ചന്ദ്രനും തജ്രി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ലി മുസ്തഖറിൻ ലഹ, അവയ്ക്കുള്ള ഒരു സ്ഥാനത്തേക്ക് തന്നെ. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഇന്നലകളിൽ കണ്ടുപിടിച്ചു. ഭൂമി സൂര്യനിലേക്ക് സഞ്ചരിക്കുന്നു, സൂര്യൻ ഗാലക്സിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഗാലക്സി അടുത്തതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അലീമും അസീസുമായ അള്ളാഹുവിൻ്റെ തഖ്ദീറാണ്, നിർണയമാണ്, അളവാണത്, എത്രത്തോളം അകലം കീപ്പ് ചെയ്യണം എന്നുള്ളത്, ഒന്നൊന്നിനോട് മുട്ടാതെ എത്ര ചെരിവ്, എത്ര ദൂരം എന്നുള്ളത്. സൂറത്തുൽ അംബിയാഇൻ്റെ 33-ാമത്തെ ആയത്തിൽ അവ കൂടി പറഞ്ഞ് ദീദാത്ത് അവസാനിപ്പിക്കുന്നു. ഖലഖൽ ലൈല വന്നഹാറ, അവനാണ് രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചത്. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്. കുല്ലുൻ, അവയൊക്കെ ഫീ ഫലഖിൻ യസ്ബഹൂൻ, ഫീ ഫലഖിൻ യസ്ബഹൂൻ, ഒരു ഫലക്കിൽ
സയൻറ്റിസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓർബിറ്റിൽ യസ്ബഹൂൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രയോഗം തന്നെ നോക്കിക്കേ, നീന്തുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ അറബിയിൽ മറ്റു പദമുണ്ടായിരുന്നു. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണ്ടുപിടുത്തത്തിൻ്റെയും ലാഞ്ചന പോലുമില്ലാത്ത സമയത്ത് സബഹ യസ്ബഹു നീന്തുക എന്ന പദം, അതെ, പ്രപഞ്ചത്തിൽ ഇവയൊക്കെ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ എന്ന് ദീദാത്ത് ഒരു സയൻറ്റിസ്റ്റിന് മുമ്പിൽ ചോദ്യം വയ്ക്കുമ്പോൾ ഒരിക്കലുമില്ല എന്ന് നിഷേധിക്കുന്നിടത്ത് യുക്തിവാദികൾക്ക് എന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാ, ഇനിയും ദീദാത്തിൻ്റെ ചിന്തകളുമായി കാണാം.